السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും മുഴുവൻ ആളുകളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മിൽ പല ആളുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൈമറന്ന് സഹായിക്കുന്നവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരും അതിൻ്റെ കാരണക്കാർ പലരും ഒരുപക്ഷെ ഈ കൂട്ടത്തിലുണ്ടാവും. ഏത് ഇല്ലാത്തവനാണെങ്കിലും കൊടുക്കാൻ തയ്യാറാകുന്നൊരു മാസമാണ് പരിശുദ്ധ റമദാൻ. ആര് ചോദിച്ചാലും മറ്റുള്ള മാസങ്ങളെക്കാൾ കൊടുക്കാതെ തിരിച്ചയക്കാൻ മടി കാണിക്കുന്നൊരു മാസമാണ്.
കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ദാനധർമ്മങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ അവർ മുൻപന്തിയിലുണ്ടാവും. എന്നിട്ട് ആ അവസരത്തെ മുതലെടുക്കുന്ന, ആ ഒരു അവസരത്തെ സ്വയം നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പരിശുദ്ധ റമദാനിലാണ് പലപ്പോഴും അർഹതപ്പെടാത്ത പലതും ആളുകൾ വാങ്ങിവെക്കുന്നത്. റമദാൻ കിറ്റുകളൊക്കെ ഒഴുകുന്നൊരു മാസമാണ്. അത്രമാത്രം ഒരു ഭക്ഷണത്തിൻ്റെയോ കിറ്റിൻ്റെയോ ആവശ്യകത തനിക്കില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടും പലരും കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കിറ്റ് വാങ്ങും. അവസാനം അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അതിനെ നശിപ്പിച്ച് കളയുന്ന ആളുകളുണ്ട്. റമദാൻ കഴിഞ്ഞാലും മാസങ്ങളോളം തിന്നാനും കുടിക്കാനുമുള്ള ഒരുപാട് വസ്തുക്കൾ അവരുടെ വീട്ടിൽ പിന്നെയും അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടല്ലോ എന്ന കാരണം കൊണ്ട്, ഒരുപാട് കിറ്റുകൾ പല ഭാഗത്തു നിന്നും കിട്ടിയതിൻ്റെ കാരണത്താൽ റമദാൻ കഴിഞ്ഞാൽ പിന്നത് തിന്ന് വിളമ്പി ദൂർത്തടിച്ച് ആളുകൾ നശിപ്പിക്കുന്നു. അതുകൊണ്ട് കൊടുക്കുന്നവരാകട്ടെ വാങ്ങുന്നവരാകട്ടെ വിതരണക്കാരാകട്ടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സക്കാത്തും സ്വതക്കയും റമദാൻ കിറ്റുകളൊക്കെ കൊടുക്കുന്ന ആളുകൾ, അവരോട് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ചില ആളുകളുണ്ട് ആർക്കെങ്കിലുമൊക്കെ കുറച്ച് പൈസ കൊടുത്താൽ എൻ്റെ ബാധ്യത തീർന്നു എന്ന് വിചാരിച്ച് 10,000, 500, 1000 മറ്റുള്ള ആളുകൾക്ക് കൊടുത്തുകാണ്ട് തൻ്റെ തടി സലാമത്താക്കുന്ന ആളുകൾ. കൊടുക്കുന്ന പണം അത് അർഹതപ്പെട്ടവർക്കാണോ എന്ന് പോലും ചിന്തിക്കാതെ എൻ്റെ വിഭാഗം, എൻ്റെ സംഘടനയിൽപ്പെട്ട ആള്, അതല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരൻ, എൻ്റെ അയൽവാസി, എൻ്റെ കുടുംബം, അതല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും നിലയ്ക്ക് ഗുണം കിട്ടുന്ന ആളുകളാണോ, അതൊക്കെ നോക്കി സക്കാത്തും സ്വതക്കയും റമദാൻ കിറ്റുകളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധക്കുറവോ നമ്മുടെ അലംഭാവമോ പരലോകത്ത് പ്രിയപ്പെട്ടവരെ നമ്മളെ കുറ്റക്കാരാക്കാൻ പാടില്ല. അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് എന്നതും അർഹതയില്ലാത്ത ആളുകളുടെ വീട്ടിൽ അത് എത്തുന്നില്ല എന്നത് വളരെ ജാഗ്രതയോടെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നോമ്പിൻ്റെ ഒരു പ്രതിഫലം പോലും കിട്ടാത്തവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറും. അത് സ്വതക്കയാണെങ്കിലും കിറ്റാണെങ്കിലും സക്കാത്താണെങ്കിലും പണമാണെങ്കിലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ കൃത്യമായ സൂക്ഷ്മത പാലിക്കുക. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. ഒരു ജനതയോടുള്ള വെറുപ്പ്, ഒരു വിഭാഗത്തോടുള്ള വെറുപ്പതാ നിന്നെ അനീതി കാണിക്കാൻ നിന്നെ പ്രേരിപ്പിക്കരുത്, നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. യഅദിലൂ, നിങ്ങൾ നീതി പാലിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വാ, ഹുവ അഖ്റബു ലിത്തഖ്വാ. അതാണ് സൂക്ഷ്മതയുള്ള ആളുകൾ എന്ത് ചെയ്യുക അല്ലേ? അതാണ് തഖ്വയോട് ഏറ്റവും അടുപ്പമുള്ളത് എന്നാണ്. പ്രിയമുള്ളവർ, ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു കുടുംബത്തിനോ അവർ അനീതി ചെയ്തതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ, നമുക്ക് ആ കുടുംബത്തോട് ഇഷ്ടമല്ല, ആ അയൽവാസിയോട് നമുക്ക് താല്പര്യമല്ല, പക്ഷെ അവരെന്താണ്, അവരെ അതിന് അർഹരാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മളെന്ത് ചെയ്യുക, പല കാരണങ്ങൾ പറഞ്ഞത് തടഞ്ഞു വെക്കുക. അതിൽ നിങ്ങളെന്ത് ചെയ്യണം, നീതി പാലിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വാ, അതാണ്
തഖ്വയോട് ഏറ്റവും അടുപ്പുള്ളത് എന്നാണ്. രണ്ടാമതായി പ്രിയമുള്ളവരെ സൂചിപ്പിക്കാനുള്ളത് ദരിദ്രരായ ആളുകളോടാണ്. ഇന്ന് ചില നാട്ടിൻ സ്ഥലങ്ങളിൽ ദരിദ്രരായ ചില ആൾക്കാരുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നറിയോ? അവർ ദരിദ്രരാണ്, പക്ഷെ ആ ദാരിദ്ര്യത്തെ അവർ മുതലാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ ഏറ്റവും അറിയപ്പെട്ട ദരിദ്രനായ ഒരാളുണ്ട് എന്ന് വിചാരിച്ചോളി. ആരെ ലിസ്റ്റ് എടുത്താലും അയാളേക്കാനും ഫസ്റ്റ് പേര്. ഒരു മുജാഹിദ് സംഘടനൻ്റെ പേരെടുത്താൽ ഫസ്റ്റ് അയാളെ ലിസ്റ്റ് ചെയ്യാനുണ്ടാവുക. വേറൊരു വിഭാഗത്തിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരേക്കാരം ആദ്യത്തെ പേര്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കിറ്റുണ്ടോ, അവരുടെ എന്തെങ്കിലും സംഭാവനകളുണ്ടോ, അതിൽ ആദ്യത്തെ പേര് അവൻ്റെ ദീക്കാരം. ഇവിടെ റമദാൻ വരുമ്പോൾ എന്താ അവസ്ഥ? നിങ്ങൾ റമദാൻ വരുമ്പോൾ അയാളെ വീട്ടിൽ 5ഉം 10ഉം കിറ്റുണ്ടാവും. വ്യത്യസ്ത സംഘടനകളുടേത്, രാഷ്ട്രീയ പാർട്ടിയുടേത്, വ്യക്തികളുടേത്, മഹലിൻ്റെത്. അവസാനം ആ വീട്ടിൽ 3-4 മാസത്തിലധികം തിന്നാനുള്ള മുതലുമായിട്ട് അയാളിങ്ങനെ ആഘോഷിച്ച് തീർക്കുകയാണ്. സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ അഭിമാനബോധം കൊണ്ട് ജനങ്ങളെ കാണിക്കാതെ ഇല്ലാതിരുന്നിട്ടും മറ്റുള്ള ആളുകൾ അറിയരുത് എന്ന് കരുതി തൻ്റെ മക്കളോടും തൻ്റെ കുടുംബത്തോടുമൊപ്പമുള്ള വെള്ളം കുടിച്ച് വീട്ടിലുള്ള ഭക്ഷണം കഴിച്ച് അത്രയും ഞെരുക്കത്തോടുകൂടി ജീവിക്കുന്ന പല ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. അല്ലെ, കച്ചവടം മുടങ്ങിയ ആൾക്കാർ, ജോലി നഷ്ടപ്പെട്ട് വന്ന ആളുകൾ, വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യക്ഷത്തിലൊരു കാണിക്കൂല, പക്ഷേ അവരുടെ വീട്ടിൽ പട്ടിണിയായിരിക്കും. എന്നിട്ട് പ്രിയമുള്ളവരെ മറ്റുള്ളവരെ എന്ത് ചെയ്യാണ്? ദാരിദ്ര്യമുള്ളതല്ലേ, ദരിദ്രരായ ആളുകളെ ആ ദാരിദ്ര്യത്തെ മുതലെടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാം ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ പഠിപ്പിക്കണത് എന്താ? മറ്റുള്ളവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആളുകൾക്കിടയിൽ കാണാൻ നല്ല മാന്യനായിരിക്കും, നല്ല വസ്ത്രമുണ്ടാകും, അയാളെ കയ്യിൽ കാറുണ്ടാവും, നല്ല വീടുണ്ടാവും, പക്ഷേ വീട്ടിൽ പ്രയാസവും പട്ടിണിയായിരിക്കും. അതുകൊണ്ടാണ് സക്കാത്തിൻ്റെ 8 ഇനങ്ങളിൽ ഇസ്ലാം എണ്ണിയത് ആരൊക്കെയാണ്? 1 ഫക്കീറുണ്ട്, 2 മിസ്കീനും ഉണ്ട്. എന്താ ഫക്കീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് പരസ്പരം സഹായിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രിയമുള്ളവരെ ദുനിയാവിലെ പുണ്യം കിട്ടാനാവരുത്. ഇപ്പം എൻ്റെ വീട്ടിലൊരു എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനിൽ അവൻ വരണം, അവൻ്റെ അതുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങൾ അവനിൽ നിന്ന് കിട്ടേണ്ടതുണ്ടെന്ന് എഴുതിങ്ങാണ്ട് ഓനക്ക് എന്ത് ചെയ്യുക? മഹലിൻ്റെ കിറ്റ് കൊണ്ടുപോയിങ്ങാണ്ട് ആ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. അള്ളാഹുവിൻ്റെ അടുക്കെന്ന് ഒരു നിലക്കുള്ള പ്രതിഫലവും നമ്മൾ ആഗ്രഹിക്കണ്ട. എൻ്റെ വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്, എൻ്റെ വീടിൻ്റെ പണിയടക്കാണ്, അപ്പം അതിനവൻ്റെ സഹായം വേണം അല്ലേ? അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ സക്കാത്തിൻ്റെ മുതൽ ഓൻ അർഹനല്ല, പക്ഷെ ഓന് വിളിച്ചാൽ എപ്പോഴും വരണം എൻ്റെ വീട്ടിലേക്ക്. അതിനു വേണ്ടിയിട്ട് സക്കാത്തിൻ്റെ പണം കൊണ്ടുപോയി ഓന് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ഉദ്ദേശശുദ്ധി പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടും. ശുദ്ധൗറാൻ പറഞ്ഞല്ലോ അല്ലേ, പുണ്യത്തിലും തഖ്വയിലും പരസ്പരം നിങ്ങൾ സഹായിക്കണം. വലാ തആവനു വലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും അതേപോലെ തന്നെ തിന്മയുടെ കാര്യത്തിലും തെറ്റിൻ്റെ കാര്യത്തിലും നിങ്ങൾ ഒരാളെന്ത് ചെയ്യരുത്? പരസ്പരം സഹായിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം, ഓരോ രൂപയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആർക്ക്, ഏതു നിലക്ക് കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം, കൃത്യമായി നമ്മൾ ചിന്തിച്ചു വേണം ഇത്തരം കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇടപെടാൻ. മൂന്നാമത്തൊരു കാര്യം എന്താ അറിയോ? നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, അവർ കൊടുക്കാനുള്ളത് എന്ത് ചെയ്യുന്നറിയോ? കൊടുക്കാനുള്ളത് നീട്ടിവെക്കും. റമദാനിന് അത് കൊടുക്കണം എന്ന് ഓൽക്കറിയാം. ഇപ്പോൾ റമദാനിൻ്റെ കഴിഞ്ഞ റമദാന് നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും അല്ല, അവർ ഫിദിയ കൊടുക്കണമല്ലോ. അപ്പോൾ ഫിദിയ കൊടുക്കാനുണ്ട് എന്ന് അവർക്കറിയാം. എന്നിട്ട് അതിങ്ങനെ നീട്ടിവെക്കും. റമദാൻ 1 കൊടുക്കാന്ന് പറഞ്ഞാണ്ട് ആ 1 15 പിന്നെ റമദാന് 17 ആക്കും. പിന്നെ അത് അവസാനം 25 27 രാവിലേക്ക് മാറ്റിയേക്കും. ഇവിടെ എല്ലാം പെരുന്നാളിൻ്റെ തലേ ദിവസം പറയും ഒരു ചെറിയൊരു കിറ്റ് ഉണ്ടായിരുന്നു ഒന്ന് കൊടുക്കുക.
അല്ലെങ്കിൽ ഒരു ഫിദിയന്റെ പൈസ ഉണ്ടല്ലേ, അതൊന്ന് അയാൾക്ക് കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാം നീട്ടി വെച്ചിട്ട് എല്ലാം അവസാനത്തേക്ക് മാറ്റി വെക്കുന്ന ആളുകൾ അല്ലെ. കൊടുക്കാണ്ടെന്ന് ഉറപ്പാണ് അല്ലെ, കൊടുക്കാനുള്ളത് നേരത്തെ കൊടുത്ത് വീട്ടിയ പോലെ അതിങ്ങനെ അവസാനത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ആളുകൾ. വേറെ ചില ആളുകൾ എങ്ങനെ അറിയും, വേറെ ചില ആളുകൾ മറ്റുള്ളവർ കൊടുക്കുമ്പോഴേ കൊടുക്കുള്ളൂ. ഇന്ന് എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരാൾക്കൊരു കിറ്റ് കിട്ടിയെന്നറിയാം, പിന്നെ അയാൾക്ക് കിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം എന്ത് ചെയ്യും, എൻ്റെ വക പിറ്റേ ദിവസം ഓനക്കൊരു വേറൊരു കിറ്റ്. എന്തിനാ എൻ്റെ സ്വാധീനം വേണം, അയാൾ എന്നെ ബഹുമാനിക്കണം, അയാൾ എന്നെ കാണുമ്പോൾ അയാൾക്കൊരു പരിഗണന ഉണ്ടാവണം. അങ്ങനെ അല്ലേ ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യുക അല്ലെ, കൊടുത്തവർക്ക് എന്നെ വീണ്ടും കൊടുക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ സ്വതക്ക കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ദാനധർമ്മം ചെയ്യേണ്ടത് അല്ലെ. പടച്ച റബ്ബിനോടുള്ള ഇഷ്ടത്താൽ പാവപ്പെട്ടവരെയും അനാഥകളെയും തടവുകാരെയും ഊട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതോടൊപ്പം ഖുർആൻ പറഞ്ഞു, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് യാതൊരു നിലക്കുള്ള പ്രതിഫലവും ഒരു നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, മുഖം ചുളിച്ചു പോകുന്നതും ദുസ്സഹവുമായൊരു ദിവസമുണ്ട്, ഒരു പരലോകമുണ്ട്, ഒരു നരകമുണ്ട്. ആ നരകമാണ്, ആ പരലോകമാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ആ റബ്ബിൽ നിന്നുള്ള ശിക്ഷയാണ് ഞങ്ങൾ ഭയപ്പെടുന്നതെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ യത്തീമുകളെ സംരക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ സാധുക്കളായ ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്. വേറെ ഒരു ഉദ്ദേശവും അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കില്ല എന്നാണ്. ഈ ഒരു മനസ്സാണ് പ്രിയപ്പെട്ടവരെ കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. നാലാമത്തെ ഒരു കാര്യം എന്താ അറിയോ, ചില ആളുകൾ കിറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പിണങ്ങുന്ന ആളുകളുണ്ട്. സക്കാത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ പിണങ്ങുക, സ്വതക്ക തരാത്തതിൻ്റെ പേരിൽ പിണങ്ങുക. അവരിങ്ങനെ ചിലപ്പോഴൊക്കെ ജീവിതത്തെ അനുഭവങ്ങളിലുണ്ടാണ്, ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടൊരാളെന്നുള്ള നിലയ്ക്ക് അനുഭവങ്ങളുണ്ട്. അവരിങ്ങനെ ഹാലിളകി വരും. കഴിഞ്ഞ നോമ്പിന് എനിക്ക് കിറ്റ് എന്നാണല്ലോ, ഇപ്രാവശ്യം എന്തെല്ലാത്ത ചോദിക്കും. കഴിഞ്ഞ റമദാനിൽ എനിക്ക് സക്കാത്ത് എന്നാണല്ലോ, ഇപ്പം എന്തേ മഹല്ലിൻ്റെ വക സക്കാത്ത് കിട്ടാത്തത്? അതിങ്ങനെ ചോദിച്ചു വരികയാണ്. പിന്നെ അവരെന്ത് ചെയ്യും, ആ കമ്മിറ്റിയുമായിട്ടൊരു പിണങ്ങുക, ആ മഹല്ലുമായി പിന്നെ അവർ ആരോഗ്യത്തിലാവുക. പിന്നെ അവർ ആ പള്ളിയുമായോ ആ സ്ഥാപനവുമായോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടോ പിന്നെ ഒരു സഹകരണം ഉണ്ടാവില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നത് ശരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം സക്കാത്തിൻ്റെ ഫണ്ട് നിനക്ക് തന്നത് ശരിയാണ്, ഇപ്രാവശ്യം നീ അതിന് അർഹനല്ല എന്ന് ചിലപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാളേക്കാൾ ദരിദ്രരായ മറ്റേ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാവും, അതുകൊണ്ടേക്കാണ് നിനക്ക് തരാത്തത്. എന്നിട്ട് അതിങ്ങനെ കിട്ടാത്തതിൻ്റെ പേരിൽ ചോദിച്ചു വന്ന് പിന്നെ ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അല്ലേ. ഓരോരുത്തരും ചിന്തിക്കേണ്ട എന്താ അല്ലേ, ആ ഒരു കിറ്റ് വാങ്ങേണ്ട ഗതികേടിലേക്ക് ഞാൻ എത്തിയിട്ടില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. അത്തരമൊരവസ്ഥയിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം വീണ്ടും അതിങ്ങനെ ചോദിച്ചു വരിക അല്ലേ. ആരാണ്ടത് അല്ലേ വാങ്ങിയാണ്ട് തിന്നാന്നുള്ളത് പ്രിയപ്പെട്ടവരെ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഞാനത് അല്ലേ വാങ്ങുന്ന ആളുകളോട് വിമർശിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ. അതിനു വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളുണ്ട്, ഇത് കിട്ടാൻ വേണ്ടി മാത്രം കാത്തിക്കുന്ന ആളുകൾ. റമദാനായാൽ അല്ലേ കിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ദാരിദ്ര്യം കൊണ്ടല്ല അല്ലേ, വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അല്ലേ കിട്ടാത്തതിൻ്റെ പേരിൽ പിണക്കം അല്ലേ, എല്ലാവർക്കും കൊടുത്തുല്ലേ, തൻ്റെ പേര് ആ ലിസ്റ്റിലില്ലാത്തതിൻ്റെ പേരിൽ ആലോക്യം. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്. അതുകൊണ്ട് കൊടുക്കുന്ന ആളുകൾ പ്രിയമുള്ളവർ അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് കൊടുക്കുക. വിതരണത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, അത്തരം ചാരിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കൊടുക്കുന്ന ആൾ അതിന് അർഹരാണോ എന്ന് കൃത്യമായിട്ട് ആലോചിക്കുക. വാങ്ങുന്ന ആളുകൾ
വാങ്ങുന്നവർ ഇത് ഞാൻ വാങ്ങാൻ ഞാൻ ഈ വർഷം അർഹനാണോ, അത് കിട്ടിയിട്ട് വേണോ എൻ്റെ കുടുംബം കഴിയാനെന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക, വളരെ ജാഗ്രത പാലിക്കുക. അനർഹമായ ഒന്നും നമ്മളെന്ത് ചെയ്യരുത്, നേടിയെടുക്കാൻ പാടില്ല. അതുകൊണ്ട് കൊടുക്കുന്നവരും അത് വാങ്ങുന്നവരും അതിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നമ്മൾ കേട്ട ചരിത്രമാണ്. അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. പല ഖുതുബകളിലൂടെയും പല പ്രസംഗങ്ങളിലും കേട്ട ഒരു ചരിത്രമാണ്. വേഷപ്രചന്നനായി രാത്രി അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ ഒരു ചെറിയ കുടിലിൽ നിന്ന്, ചെറിയൊരു വീട്ടിൽ നിന്ന് ഭക്ഷണത്തിനു വേണ്ടി കരയുന്ന മക്കളുടെ ശബ്ദം ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. കയറി ചെന്ന് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കാണുന്നത് ഒരു തീയുടെ, ഒരു അടുപ്പിൻ്റെ മുകളിൽ ഒരു ചട്ടി വെച്ചിട്ട് ആ ഉമ്മ ഇങ്ങനെ കയ്യിലിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും അതിൽ ഭക്ഷണമല്ല, വെറും വെള്ളം ഇങ്ങനെ ചൂടാക്കി ആ ഉമ്മ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. മക്കളിങ്ങനെ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്, വാവിട്ട് കരയാണ് വിശന്നിട്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ആ കുടുംബം റേഷൻ വാങ്ങുന്ന കുടുംബമാണ്. ഉമറിനെ അറിയാം അവർ റേഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളത്. ആ ഉമ്മ ഇങ്ങനെ ആ പാത്രം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. മക്കൾ വിശന്ന് കരഞ്ഞ അവസാനം അവരിങ്ങനെ ഉറങ്ങി വീഴാണ്. അവർ ഉറങ്ങിന്ന് ഉറപ്പായപ്പോൾ ആ തിളച്ച പാത്രം എന്ത് ചെയ്തു, ആ ഉമ്മ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അകത്തേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുക, പെണ്ണെ നിനക്ക് റേഷൻ കിട്ടണില്ലേ? നീ റേഷൻ വാങ്ങുന്ന ആളാണല്ലോ, പിന്നെ എന്തിനാ ഈ മക്കളെങ്ങനെ ദ്രോഹിക്കുന്നത് ഭക്ഷണം കൊടുക്കാതെ എന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്, ഉമറെ എൻ്റെ മക്കൾക്ക് ആ റേഷൻ തികയണില്ല എന്നാണ്. എനിക്ക് റേഷൻ കുറവാണ്, എൻ്റെ മക്കൾക്ക് ഭക്ഷണമായി കൊടുക്കാൻ ഇവിടെ അരിയില്ല. ഇത് ഉമർ റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പ്രിയമുള്ളവരെ, തൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് ഒരു ഗോതമ്പിൻ്റെ ചാക്ക് തൻ്റെ ചുമടിൽ ചുമന്ന് ആ പെണ്ണിൻ്റെ കുടിലിൽ, ആ ഒരു ചെറിയ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത ചരിത്രമുണ്ടെങ്കിൽ മനുഷ്യരെ നമ്മൾ അറിയേണ്ടത് എന്തറിയും? നമ്മളറിയേണ്ടത് ഒരാളെ കാടിൻ്റെ വലുപ്പോ അതിൻ്റെ നിറമൊന്നുമല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാടുകളിലൊക്കെ ദാരിദ്ര്യം കണക്കാക്കണം എങ്ങനെയാണ്? റേഷൻ കാർഡിൻ്റെ കളർ നോക്കിയിട്ടാണ്. റേഷൻ കാർഡിൻ്റെ കളർ നോക്കിയിട്ടാണ്. ആ റേഷൻ കാർഡ് കിട്ടിയത് എന്തുകൊണ്ടാണ്? വെള്ളക്കാർഡ് കിട്ടിയതിൻ്റെ കാരണം ചിലപ്പോൾ അയാൾ ജീവിതത്തിൽ എന്നോ ഒരു കാലത്ത് ഉണ്ടാക്കിയ വീടിൻ്റെ കാരണം കൊണ്ടിരിക്കാരം. അന്ന് അദ്ദേഹത്തിന് സാമ്പത്തികമായ ശേഷിയുണ്ട്, അപ്പം അയാൾ നല്ലൊരു വീട് വെച്ചു. പിന്നെ അയാൾ ദാരിദ്ര്യത്തിലേക്ക് അയാൾ നീങ്ങി. ഇപ്പോഴും ആ കാർഡ് കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ ഒരൊറ്റ കാർഡ് കൊണ്ട്, വെള്ളക്കാർഡാണ് എന്നതിൻ്റെ കാരണം കൊണ്ട് അവഗണിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഒരു വീട്ടിൽ ഒരു ചെറിയ ഒരു കാറുള്ളതിൻ്റെ പേരിൽ അവഗണിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഒരു വീടിൻ്റെ ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരെന്ന് പറഞ്ഞാൽ ആ കാർഡിൻ്റെ ഇതൊന്നും നിറം നോക്കിയിട്ടൊന്നുമല്ല. ചിലപ്പോൾ അവർ വളരെ ദാരിദ്ര്യത്തിലായിരിക്കും ആ കുടുംബം ജീവിക്കുന്നുണ്ടാവുക. വിദേശത്തുനിന്ന് കിട്ടിയ, വിദേശത്ത് താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയ വീടായിരിക്കും ചിലപ്പോൾ. അവിടുന്ന് വന്ന് നാട്ടിലിപ്പോൾ പ്രയാസത്തിലാണ്. ആ വീട് കണ്ടുകാണ്ട് കാലങ്ങളോളം അയാൾ അവഗണിക്കാണ്. നാട്ടിൽ ചർച്ച നടക്കും, ഏത് കുടുംബത്തിനാ കൊടുക്കേണ്ടതെന്ന് ചർച്ച നടക്കും. ചർച്ച നടക്കുന്ന സമയത്ത് പലരും പറയാൻ എന്താണെന്നറിയോ, എന്തിനാ അവനക്ക് കൊടുക്കണമെന്നാണ്. എന്തിനാ ഇപ്പം അവനക്ക് കൊടുക്കേണ്ട ആവശ്യം? ഓൻ്റെ വീട് കണ്ടാൽ ആരെങ്കിലും കൊടുക്കുമെന്നാണ്. ഓൻ്റെ വീട്ടിലെ കാറ് കണ്ടാൽ ആരെങ്കിലും കൊടുക്കുമെന്നാണ്.
അല്ലേ, ഓനക്കൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ചില ആളുകൾക്ക് എന്തായിക്കാരം വ്യക്തിപരമായ വിരോധിക്കാരം അല്ലേ, കമ്മിറ്റിയിൽ ഇങ്ങനെ പേരെഴുതിക്കാണ്ട് അല്ലെ തൻ്റെ അയൽവാസിൻ്റെ പേരതിൽ കാണും. അപ്പോൾ ആ അയൽവാസിയോടുള്ള ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യും, ഈ കമ്മിറ്റിയിൽ അയാളുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അത് മുടക്കാൻ നോക്കും. തനിക്കുള്ള ദേഷ്യമാണ് അല്ലേ, അവർ കൊടുക്കാൻ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം തീർക്കാൻ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലേ, ഓൻ്റെ മക്കൾ അവിടെയല്ലേ അല്ലേ, ഓൻ്റെ മക്കൾ എത്ര രൂപയൊക്കെ പഠിപ്പിക്കണില്ലേ അല്ലേ, അവർക്ക് വീട്ടിലൊരു കാറില്ലേ, നല്ലൊരു വീടില്ലേ, പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യും, അത് മുടക്കുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ. നോക്കി, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആയത്തെന്താ? ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. فويل للمصلين നമസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നാശം. الذين هم عن صلاتهم ساهون അവരുടെ നിസ്കാരത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. الذين هم يراءون അവർ മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. ഖുർആൻ പറയാണെന്ത്? വയംനഊനൽ മാഊൻ. വയംനഊനൽ മാഊൻ അല്ലെ, പരോപകാരത്തെ തടഞ്ഞു വെക്കുന്ന ആളുകൾ അല്ല, അവനവൻ്റെ മനസ്സിലെ വെറുപ്പനുസരിച്ച് കണ്ട് മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവകാശത്തെ തടഞ്ഞു വെക്കുക. അതാണ് വയംനഊനൽ മാഊൻ. അതേപോലെ പരോപകാര വസ്തുക്കൾ ഉണ്ടാവും അല്ലെ. എന്താ പരോപകാര വസ്തുക്കൾ അല്ലെ? മറ്റുള്ള ആളുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കൈക്കോട്ട് അല്ലെ, ഒരു കോട്ട് അല്ലെ, അതിപ്പോൾ ഒരാൾക്ക് സഹായത്തിന് ഒരു തൊട്ടടുത്ത വീട്ടിലൊരാൾക്ക് അയാളെ പറമ്പ് കടക്കാൻ കൊടുത്താൽ എന്താ പ്രശ്നമുള്ളത്? ചില ആളുകൾ ചോദിച്ചാൽ കൊടുക്കൂല. ഒരു അല്ലെ കോണി ചെന്ന് ഒരു അയൽവാസിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ അത് കൊടുക്കൂല, അത് കേടുവരുന്ന പറയും അല്ലെ. പരോപകാര വസ്തുക്കൾ കൊടുക്കാതെ തടഞ്ഞു വെക്കുക അല്ലേ, വളരെ ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ അവരെക്കുറിച്ച് ഫവൈലുൻ എന്നാണ് അല്ലേ, അവർക്ക് നാശൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ ഒരാളെക്കുറിച്ച് നാശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമാണെന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് പ്രിയമുള്ളവരെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നമ്മൾ നമസ്കാരം, നോമ്പും, തറാവീഹും, ഖുർആൻ പാരായണം അതിലൊക്കെ കാണിക്കുന്ന ഒരു ആവേശവും ശ്രദ്ധയും ഈ അഗതികൾക്കും അനാഥകൾക്കും വിധവകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കനും സഹായമെത്തിക്കുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രാധാന്യത്തെ പഠിപ്പിച്ചു നോക്കി നിങ്ങൾ. മസ്ജിദുൻ നബവിയിൽ നിന്നാണ്. ഈ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഒരാൾ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പ്രിയമുള്ളവരെ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇടുന്നുള്ള പുണ്യത്രയാണ്. സാധാരണ പള്ളിയിൽ ഇരിക്കുന്ന പ്രതിഫലമല്ലല്ലോ. ആ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ നിന്റെ സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുന്നുള്ളതാണ്. ഒരാൾ മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം മറ്റുള്ളവനെ സഹായിക്കലാണ് എന്നതിൻ്റെ അർത്ഥം. അത്ര പ്രതിഫലമാണ്. പല ആളുകളും പ്രിയമുള്ളവരെ ഇത് ഗൗരവത്തിലെടുക്കണില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു കാര്യം എന്താ, നിങ്ങൾ ഇത് കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ. ആ കൊടുക്കുമ്പോൾ 150 ഫോട്ടോത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് അല്ലേ എല്ലാവരും കാണാൻ അല്ലേ, അത് ഫോട്ടോ എടുത്ത് സമൂഹത്തിനിടയിൽ ആകെ പ്രചരിപ്പിച്ചിട്ട് ചില ആളുകൾ കൊടുക്കുക. അവിടെ പോസ്റ്ററും അല്ലേ ഫോട്ടോസിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കലത അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അല്ലെ, മനുഷ്യര് അള്ളാഹുവിൻ്റെ ആക്ഷേപത്തിന് വിധേയമാകാൻ കാരണമായിട്ട് ഖുർആൻ പറഞ്ഞെന്താ? കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം
വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ. വേണ്ടടോ, നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല, അനാഥയെ നിങ്ങൾ പരിഗണിക്കുന്നില്ല. വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നില്ല. പാവപ്പെട്ടവന്റെ ആഹാരത്തിന് കൊടുക്കണില്ല എന്നല്ല, പ്രോത്സാഹനം കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ എന്താണ് 70 മുഴമുള്ള ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് നരകാഗ്നിയുടെ ആയങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചെറിയുന്ന ഖുർആൻ പറഞ്ഞത്. അതിന് കാരണം ഖുർആൻ പറഞ്ഞ എന്താ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അസീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. തീർച്ചയായും അവർ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചില്ല, സാധുവിന് ഭക്ഷണം കൊടുക്കാനും അവർ പ്രോത്സാഹിപ്പിച്ചില്ല. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അവർ പ്രോത്സാഹിച്ചില്ല എന്നാണ്. അവരോട് നരകത്തിൽ വെച്ച് അള്ളാഹു ചോദിക്കാണ്. നരകത്തിൽ വെച്ച് അള്ളാഹു ചോദിക്കണെന്ത്? മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. എന്താണ് നിങ്ങൾ സക്കറിൽ പ്രവേശിക്കാനുള്ള കാരണം എന്നാണ്. എന്താണ് നിങ്ങൾ സക്കറിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? എന്ത് കാരണത്താലാണ് നിങ്ങൾ ഈ സക്കറിൽ, ഈ നരകത്തിലിട്ട് നിങ്ങളെ ശിക്ഷിക്കുന്നത്? ഖാലു, അവർ പറയുകയാണ്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവന് ഞങ്ങൾ ആഹാരം നൽകുമായിരുന്നില്ല. നിസ്കരിക്കൂല, പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കില്ല. വളരെ ഗൗരവമായിട്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണകാര്യത്തിൽ പ്രോത്സാഹനം കൊടുക്കുന്നില്ല. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ചില ആളുകൾ പറയും എന്താ, അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ലെന്ന്. അതൊക്കെ അതിൻ്റെ ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ കമ്മിറ്റി ഉണ്ട്, സക്കാത്ത് സെല്ല് വേറെ ഉണ്ട്, അവിടെ നോക്കിക്കോട്ടെ എന്നാണ്. ഞാനയക്കൊന്നും ഇടപെടാല്ലാന്ന്. ചില ആളുകൾ എങ്ങനെയാണ്, ചില ആളുകളെ കുറ്റക്കാരാകുമെന്നുള്ള പേടിയാണ്. കുറ്റക്കാരാകുമെന്ന് പേടിച്ചുകൊണ്ട് ഈ നന്മയിൽ നിന്നൊക്കെ മാറിക്കും. അതും ശരിയല്ല. നമ്മൾ പരമാവധി സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാവരും കുറ്റക്കാരാകുമെന്ന് പേടിച്ചുകൊണ്ട് ആരും അതിലേക്ക് ഇടപെടാന്നാലോ ലോകത്ത് പിന്നെ കൊടുക്കാൻ ആരുണ്ടാവുക? ഇത്തരം വിതരണത്തിൽ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ ആരുണ്ടാവുക? അപ്പോൾ നമ്മൾ സ്വയം സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹായിക്കാൻ സാമ്പത്തികമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന് പറ്റുന്ന ആളുകളെ കണ്ട് അവർ മുഖാന്തരമെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രിയപ്പെട്ടവർ നമ്മൾ ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവരായിട്ട് നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ നല്ല രീതിയിൽ സ്വീകരിക്കാനും ആ പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നൽകിയാൽ അല്ലാഹു നൽകുമാറാകട്ടെ. നൽകിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അമലുകൾ കൊണ്ട് നമ്മൾ മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ബഹല്ലത്തിലെ പല ആളുകളുടെയും കുടുംബങ്ങൾ മരണപ്പെട്ടവരുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മരണവാർത്ത നമ്മൾ നമ്മുടെ മഹല്ലിൽ വരുന്ന ജാസർ ഖാൻ്റെ അമ്മോശൻ കാക്ക, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.